രണ്ടാമത്തെ വ്ലോഗ് എടുക്കാനുള്ള പ്രചോദനം ലൈഫ് സേവ് ചെയ്യാൻ. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അതാണ് എനിക്ക് മനസ്സിലായി. വടപ്പുറം ന്യൂ ലൈഫില് ഡോക്ടർ ഷാൻഡി സെബാസ്റ്റ്യൻ. സത്യം പറയല്ല, നമ്മളെ പാർട്ട്ണർക്ക് ഡ്രൈവിംഗ് അറിയണം കേസ്. ഞാൻ പറഞ്ഞത് ഇത് ചതി. ഇത് സ്ഥലം അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് സപ്പോർട്ട് ചെയ്യും. പാർട്ട്ണർ ആവുമ്പോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ അതുണ്ട്. ഫുൾ സപ്പോർട്ട്. കിഡിലൻ ഗ്യാങ്, എടുത്ത് പറയാൻ പറ്റൊരു ഗ്യാങ്ങാണ് നമ്മളെ വൈബേഴ്സ്. 0 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നത്. അല്ല, ഭയങ്കര ക്വാളിറ്റി ആണ്. കാരണം എല്ലാവരും അവനവൻ്റെതായിട്ടുള്ള തിരക്കുകളൊക്കെ ആയിട്ട് ഭയങ്കര എൻഗേജ്ഡ് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ മറ്റുള്ളവർക്ക് വേണ്ടി സമയം മാറ്റി നടക്കാൻ. പണ്ടൂര് ടൗൺ സ്ക്വയർ. ഹലോ ഗൈസ്, അപ്പോ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. നമ്മളെ ആദ്യമായിട്ടൊരു വ്ളോഗ് ഇട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫസ്റ്റ് വ്ളോഗ്. അപ്പോൾ അതിനുണ്ടായ റെസ്പോൺസ് ആണ് സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു യെസ്. ഒരു കുഞ്ഞാൻ വിളിക്കുന്നത്, ഇവൾക്കൊരു ഊള കുഞ്ഞാമുണ്ട്. ഹലോ, സ്പീക്കർ ഉണ്ട്. എങ്ങനെ? ഹലോ, ഇജ്ജ് പോണില്ലല്ലോ? ഇല്ല. എനിക്കുള്ള കടി ഞാൻ കൊടുന്നേരാം കേട്ടോ. ഓക്കേ. കുഞ്ഞമ്മന്റെ മകളാണ് മെഹന അനുമോള് അല്ലേ? അനുമോള്. അപ്പോ നമ്മള് പറഞ്ഞു വന്ന പോയിന്റ്, രണ്ടാമത്തെ വ്ലോഗ് എടുക്കാനുള്ള പ്രചോദനം. യെസ്. ആ മോട്ടീവ് എന്താണെന്ന് വെച്ചാല്, ഫസ്റ്റ് വ്ലോഗ് വെറുതെ ഇട്ടാട്ടോ. സത്യം പറയാല്ല, ഒരു 0 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നത്. അല്ല, 2 സബ്സ്ക്രൈബേഴ്സ്. ഒന്ന് ഞാനും. അല്ല, ഉണ്ടായിരുന്നില്ല, നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് 0 ആയി കിടക്കായിരുന്നു. ഞാൻ നോക്കി. അപ്പോ വെറുതെ ഒരു വീഡിയോ 2 ദിവസം മുന്നേ നിങ്ങൾക്ക് അറിയാലോ, ഫസ്റ്റ് വ്ലോഗ്. അത് ഇട്ടിട്ട് ഏകദേശം ഇന്ന് 2 days 3 days ആയിട്ടുള്ളൂ തോന്നുന്നു. ഏകദേശം 1K വ്യൂവേഴ്സ്, അതായത് 1000 വ്യൂവേഴ്സ്. അതും ഞങ്ങൾ എവിടെയും സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റോറി ഇട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു സാധനം കൊടുത്തിട്ടില്ല. ഇത് ജസ്റ്റ് ഇപ്പൊ നമ്മളെ സൈഡ് ഒരു 25-30 ആൾക്കാരുള്ള വെറും ഒരു ഗ്രൂപ്പില്, അതേമാതിരി ഞങ്ങളൊരു 10 ആളുള്ള ഒരു ഫാമിലി ഗ്രൂപ്പില്. പിന്നെ എന്നിട്ട് ഏകദേശം പറഞ്ഞല്ലേ ഒരു 1K വ്യൂവേഴ്സ് കിട്ടി. സോ ഹാപ്പിയാണ് ഭയങ്കര. പിന്നെ കുറച്ചാണെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയോ അത് ഫാമിലിയാണ്. 37 അത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. ഫസ്റ്റ് വ്ലോഗ് ആണ്. അതിനുശേഷം ഭയങ്കര സന്തോഷായി. നമ്മളിപ്പോ കൂടുതലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നമ്മള് സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവങ്ങള്, നമ്മൾ യാത്രയിൽ ഉണ്ടാവുന്ന ടോക്കുകള്. നമ്മളിപ്പോ ഇവിടെ എത്തിട്ടോ. ഈ സ്ഥലം അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്താ നമ്മളെന്തായാലും വിചാരിച്ചിട്ടുണ്ട്, തുടർന്നും നല്ല വ്ളോഗുകൾ ചെയ്യാൻ, ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വ്ളോഗുകളും, അതുപോലെ എന്താ പറയാ നല്ല നല്ല സപ്പോർട്ട് ചെയ്യും. പാർട്ട്ണർ ആവുമ്പോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ അതുണ്ട്. ഫുൾ സപ്പോർട്ട്. ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു നോമ്പല്ലേ, അപ്പൊ എങ്ങനെയുണ്ട് എല്ലാരും? നോമ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ ഫാമിലിയില് ഒരു ട്വിൻസ് ഉണ്ടായി. ഇന്നലെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു. രാത്രി അതിന്റെ എന്താ ആൾക്കാർ വയറിന്റെ ഉള്ളിൽ അതിനെന്താ പറയാ, വാട്ടർ ബ്രേക്ക് ആയി. പെട്ടെന്ന് രാത്രി വാട്ടർ ബ്രേക്ക് ആയി. അപ്പോ പെട്ടെന്ന് സർജറി വേണമെന്നാണ്. നമ്മളെ വടപ്പുറം ന്യൂ ലൈഫില് ഡോക്ടർ ഷാൻഡി സെബാസ്റ്റ്യൻ ആണ് ആളെ നോക്കിയത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ 2 ചെറിയ കുഞ്ഞു പെൺകുഞ്ഞുങ്ങളാണ്. യെസ്. അപ്പോ നല്ല പേരുകൾ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. പിന്നെ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ വേണമെങ്കിൽ ഞങ്ങള് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെന്താ, വേറെ ഇതൊക്കെയാണ്. അപ്പം ഡ്രൈവിംഗ് പഠിക്കാനുണ്ടായൊരു, ഞാൻ ഓൽക്ക് വേണ്ടി ചോദിക്കട്ടെ. എനിക്കറിയാം ഡ്രൈവിംഗ് പഠിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. ആദ്യം എല്ലാം പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ആദ്യം ഞാൻ സൈക്കിള് ഒറ്റയ്ക്ക് ഇതേപോലെ പഠിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാവരും സ്കൂട്ടിയൊക്കെ ഓട്ടുന്നുണ്ടപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു താല്പര്യം. അങ്ങനെ ഞാൻ അത് പഠിച്ച്. പിന്നെ എനിക്ക് സ്കൂട്ടിയുടെ താല്പര്യം മാറി. അപ്പോൾ എനിക്ക് സ്കൂട്ടിയാണ്, എനിക്ക് ബൈക്ക് പഠിക്കാനായിരുന്നു. അപ്പോൾ ഞാനും ബൈക്കും പഠിച്ചു. പിന്നെ ഇപ്പോൾ 4 വീലർ കാറ് പഠിക്കാമെന്ന് ആഗ്രഹം. അങ്ങനെ ഞാൻ കിട്ടുന്ന
കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മെല്ലെ മെല്ലെ ഉപയോഗിച്ച് ഞാൻ കാർ മേടിച്ചു. വെരി ഗുഡ്. ഇപ്പൊ പിന്നെ ഇക്കാക്ക് സ്വന്തമായിട്ട് വണ്ടി ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതിന്റെ ഒരു ചതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ നല്ല പഠിക്കുന്നതിന്റെ മുന്നേ നമുക്ക് നല്ല രസമാവും ഇതൊക്കെ പഠിക്കും, ഭയങ്കര ഒരു എനർജി ആവും. ഓ ഞാൻ ഓട്ടെ. പക്ഷെ ഇതിന്റെ ചതി എവിടെ കിടക്കുന്ന വെച്ചാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് എനിക്ക് പറയണ്ട് ചിലത് പറയണ്ട് നമ്മൾ ഹലോ ആ ഇത് ഹോട്ടലല്ല അതിന്, ഇത് ഹോട്ടലല്ല അതിന്, ഇത് ഹോട്ടലല്ലാന്ന് മനസ്സിലായില്ല. മാങ്ങ പിന്നെ എന്നാ വെച്ച് പോയിക്കോ, എന്നാ വെച്ച് പോയിക്കോ. എന്റെ പണി എടുത്തോ. അഫീഫിന് ഇപ്പോഴൊരു പേടിയല്ലേ? ഒരു ഭയാണോ ഉള്ളിലൊരു ഭയാണ്, കാരണം ഞാൻ അങ്ങനെയാണോ അവന് വളർത്തിയത്. അതെ ഞാൻ പറഞ്ഞത് ഇത് ചതി. ഇത് നമ്മള് പഠിച്ച് നമ്മൾ അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് ഇവർക്ക് വന്ന് തുടങ്ങണോടത്താണ് ഇതിന്റെ പ്രശ്നം കിടക്കണേ. പിന്നീട് ഇതന്നെയൊക്കെ അവസ്ഥ. പക്ഷെ ഞാൻ പാസഞ്ചർ പ്രിൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അല്ല സത്യമാണല്ലോ, പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ആണുങ്ങളാണ് കൂടുതലായിട്ട് ഡ്രൈവർമാരും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് എല്ലാ മേഖലയിലുള്ളത്. സത്യം പറയല്ല, നമ്മളെ പാർട്ട്ണർക്ക് ഡ്രൈവിംഗ് അറിയണമെങ്കിൽ നല്ല സുഖമാണ്. നമുക്ക് ഇടയ്ക്കൊരു മടിയോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എങ്ങോട്ടേലും പോകാൻ ഇപ്പൊ അത്രയും ദൂരം ഡ്രൈവ് ചെയ്യണല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു മൊമെന്റ് വരികയാണെങ്കിൽ നമുക്ക് സുഖമാണ്. ഇങ്ങോട്ട് പോയി അതേമാതിരി ഇപ്പൊ ഒരു പെട്ടെന്ന് അത്യാവശ്യം വരികയാണ്, ഹോസ്പിറ്റൽ കേസ് നമ്മൾ വീട്ടിലില്ല, വണ്ടി ഉണ്ടെങ്കിൽ വീട്ടുകാർക്കാണെങ്കിലും അയൽവാസികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഉപകാരപ്പെടും. ഡ്രൈവിംഗ് അറിയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മാക്സിമം എല്ലാവരും ഡ്രൈവിംഗ് പഠിക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് അത് നമുക്ക് പല സാഹചര്യങ്ങളിലും ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ആ ഒരു ക്വാളിറ്റി കാരണം ചിലപ്പോ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ്. അതാണ് എനിക്ക് മനസ്സിലായി. അത് ഇവിടെ ഓരോരുത്തരും വണ്ടി സത്യമാണുണ്ടല്ലോ ഡ്രൈവിംഗ് അറിയാത്ത 80% ആൾക്കാർക്കും ഡ്രൈവിംഗ് അറിയില്ല റോഡിൽ. അപ്പോ പിന്നെ ഇപ്പൊ ഒരു പ്രൊഫഷണൽ വ്ളോഗേഴ്സും അല്ലാത്തത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറെ ചിലപ്പോൾ റിപ്പീറ്റേഷൻ ഉണ്ടാവും. അതെ എന്തായാലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരാ, എന്തായാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. യെസ്, തിരുത്താൻ റെഡിയാണ്. എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് പോവാം ഇൻഷാ അല്ലാഹ്. നമ്മളെ വാണിയമ്പലത്ത് എത്തിയിട്ടുണ്ട്. കാര്യം ഗൈസ്, ഞങ്ങളിപ്പോ അങ്ങോട്ട് പോണത് അറിയോ? ഞങ്ങള് മുത്ത് നമ്മളെ ഫാസിലിന്റെ വീട്ടിലാണ് നോമ്പർ. ഓ 2 ദിവസം മുന്നേ വിളിച്ചിരുന്നു, നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തതാണ്, അങ്ങോട്ടേക്ക് വരാൻ പറ്റി. പിന്നെ അടിപൊളിയായിട്ടോ, നല്ല രസകരം എന്താ പറയാ. ഞാൻ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം. നല്ല രസകരമായ ഒരു സർക്കിളാണ് അത്. സത്യം പറഞ്ഞാൽ ഞങ്ങളെ മൈ പീപ്പിൾ ആണ് ഇപ്പോ ഞങ്ങളതാണ്. കാരണം ഇവിടെ ഫാമിലി അപ്പുറല്ലേ, ഫാമിലി മെമ്പേഴ്സിനെക്കാളും ചിലപ്പോ എനിക്ക് എല്ലാത്തിനും അങ്ങനെ പറ്റി ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഞാനൊരു 8th പഠിക്കുമ്പോ തൊട്ടുള്ള ഒരു കോറായിട്ടുള്ള ഒരു ഗ്യാങ് നമ്മളെ ലൈഫില്. ഇങ്ങനെ നമ്മള് കൊറേ കാലം ഓരോ ക്ലാസ് ആണെങ്കിലും ഓരോ ഏരിയയിലാണെങ്കിലും നമ്മൾ പഠിച്ച് വളർന്ന് വർക്കൊക്കെ ചെയ്യുമ്പോഴും നമ്മളൊരു സെറ്റ് ഗ്യാങ് ഉണ്ടാവും ചില ആൾക്കാർ. അങ്ങനത്തെ ഒരു കിടിലൻ ഗ്യാങ്, എടുത്ത് പറയാൻ പറ്റൊരു ഗ്യാങ്ങാണ് നമ്മളെ വൈബേഴ്സ്. അതെ അതെ, ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്, ജെന്യൂൻ ആണ്. അങ്ങനെ പൂക്കാൻ തുടങ്ങിയ നല്ല കിട്ടും. അതൊക്കെ പക്ഷേ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പിന്നെ ഒരാൾക്കൊരു ആവശ്യം വരികയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും ഇവിടെ നാട്ടില്. ആരുണ്ടെങ്കിലും ഓരെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഒരു ഞാൻ പറയാണ്ട് ചെയ്തിരും. അതൊക്കെ ഇപ്പത്തെ സമയത്ത് ഭയങ്കര ക്വാളിറ്റി ആണ്. കാരണം എല്ലാവരും അവനവൻ്റെതായിട്ടുള്ള തിരക്കുകളൊക്കെ ആയിട്ട് ഭയങ്കര എൻഗേജ്ഡ് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ മറ്റുള്ളവർക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നതൊക്കെ നല്ലൊരു ക്വാളിറ്റി. ഗ്രേറ്റ്. അപ്പൊ ആ ഗ്യാങ് ഒക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. കുറെ ആൾക്കാർ പുറത്താണ്, ചില ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. പക്ഷെ മെയിൻ ആയിട്ട് സോറി ഇനിയിപ്പോ ഇത് പറയുമ്പോ നമ്മള് ഫാദിലെ പരാമർശിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും വണ്ടൂർ എത്തിയിരിക്കുകയാണ്. വണ്ടൂര് ടൗൺ സ്ക്വയർ. യെസ്,
അത്യാവശ്യം റോഡിൽ തിരക്കുണ്ട് കേട്ടോ, പെരുന്നാള് പെരുന്നാളിന്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നമ്മളെ വണ്ടൂർ ഏരിയയിൽ നല്ല ഡ്രസ്സുകൾ കിട്ടുന്ന കടകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യും. കാരണം നമ്മളെ വ്യൂവേഴ്സിനൊക്കെ ഉപകാരപ്പെടും. അത് എന്ത് കാറ്റഗറി ഡ്രസ്സാണെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഏത് കാറ്റഗറി ആൾക്കാർക്ക്, ഇപ്പോൾ കുട്ടികളുണ്ടാവും, ബോയ്സ്, ഗേൾസ്, പിന്നെ നമ്മൾ ലേഡീസ്, ജെൻസിനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല നിങ്ങൾക്ക് തോന്നിയത് ഏതാന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഇൻഷാല്ലാ. അപ്പം നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കടകൾ കിട്ടും. നല്ലത് പറയണം. ഓക്കെ, നമ്മൾ റൈറ്റിലേക്ക് തിരിയാണ്. അങ്ങനെ ഇതാ നമ്മൾ നിലമ്പൂർ റോഡിലേക്ക്. യെസ്, കോമഡി ഒക്കെ കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ പുറത്തത്തെ ഒരു ആൾക്കാരൊക്കെ കൊടുന്നാലേ വല്ല സൗദിന്നോ അല്ലെങ്കിൽ ദുബായിന്നോ വല്ല അറബികളൊക്കെ കൊടുക്കും. ഇവിടെ നമ്മൾ ഇരിക്കണ ഈ സീറ്റിൽ ഒരു അറബിനെ കൊണ്ട് ഇരുത്തിയാണ് നമ്മൾ ഇതിൽ കൂടെ ഒരു കിലോമീറ്റർ പോയണ്ടല്ലോ, അറബി തീരും, പേടിച്ച് തീരും. അത്ര കോമഡിയൊക്കെ. നേരത്തെ പറഞ്ഞ ഫൈബേസിലെ മറ്റൊരു അംഗമാണ് നമ്മുടെ ദിൽന. യെസ്, ദിൽന വണ്ടിയിൽ കയറാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ തുറവിക്ക് പോവാണ്. എന്തായാലും തുറവിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.